മലപ്പുറത്ത് ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നു. ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചതിലാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം തുടരുന്നത്. മുണ്ടക്കുളം KSEB സെക്ഷൻ ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. KSEB ഓഫീസിലേക്ക് അവർ തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രതിഷേധം ഒരല്പം സംഘർഷാത്മകമായ സാഹചര്യമാണുള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിപിൻ C. വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, വലിയ പ്രതിഷേധമായി ഇത് മാറുകയാണോ? KSEB ഓഫീസിനുള്ളിലേക്ക് ഇവർ തള്ളിക്കയറാൻ ശ്രമിച്ചു എന്നതാണ് വിവരം. അവരെ പോലീസ് അവിടെ നിന്ന് നീക്കിയോ? അനുജ, ഇതാ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. മുണ്ടക്കുളത്തെ KSEB ഓഫീസിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് യൂത്ത് ലീഗ് നടത്തിയത്. അതിന്റെ ഉദ്ഘാടനം നടക്കുന്നതിനിടയിലാണ് കുറച്ച് പ്രവർത്തകർ KSEB ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. അവർ KSEB ഓഫീസിനെ അകത്തേക്ക് എത്തി അവിടെ ഉണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ പുറത്താക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. അവർ യൂത്ത് ലീഗിന്റെ കൊടിയുമായി അതിനകത്തേക്ക് എത്തുകയും അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തു. അവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 10ഓളം പ്രവർത്തകരാണ് ഈ KSEBയുടെ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറിയത്. ഉടൻ അവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. വലിയൊരു പ്രതിഷേധം ഈ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടിയിൽ ഉയരുന്നു. കൊണ്ടോട്ടി നീറാട് സ്വദേശി മുഹമ്മദ് ഷായാണ് ഇന്നലെ ഉച്ചയ്ക്ക് 12:30 വീട്ടുവളപ്പിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. KSEBയിലേക്ക് 3 തവണ ഇത്തരത്തിൽ വൈദ്യുത കമ്പി പൊട്ടി വീണിട്ടുണ്ട് എന്നുള്ള വിവരം അയൽവാസികൾ ഉൾപ്പെടെ വിളിച്ച് അറിയിച്ചിട്ടും ഈ കമ്പിയിൽ നിന്ന് ഇതിലെ വൈദ്യുതി മാറ്റുന്നതിനോ ഓഫ് ചെയ്യുന്നതിനോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഈ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യൂത്ത് ലീഗ് ആദ്യം നടത്തിയ ഒരു സമരത്തിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമരം വന്ന ഉടൻ തന്നെ അതൊരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നു. പോലീസുമായി വലിയ രീതിയിലുള്ള ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഉദ്ഘാടന സെക്ഷൻ നടന്നത്. ഈ ഉദ്ഘാടനത്തിന്റെ സമയത്താണ് ഇപ്പോൾ KSEB ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ കയറുകയും അത് ഒരു പ്രതിഷേധത്തിൽ കലാശിക്കുകയും ചെയ്തത്. ഇപ്പോഴും ഇതിനകത്ത് ഈ പോലീസും ഒപ്പം തന്നെ ഈ പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റം ഉൾപ്പെടെയുള്ളവ നടക്കുകയാണ്. KSEB ഓഫീസിന് അകത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോഴും അതിനുള്ളൊരു പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, ഒപ്പം തന്നെ ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നീ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇപ്പോൾ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളും പോലീസും തമ്മിലുള്ള സംസാരം അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ KSEB ഓഫീസിനകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ. ഇതിലൊരു നടപടി ഉണ്ടാകാതെ, ഇതിൽ കുറ്റക്കാർക്കെതിരെ ഒരു നടപടി എടുക്കാതെ അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതാണ് നിലവിലെ സാഹചര്യം. ഞങ്ങൾ നല്ല സംസാരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കും. ഞങ്ങൾ അറസ്റ്റ് വരിച്ചിട്ടേ പോകുള്ളൂ. സംസാരിക്കാൻ തയ്യാറായില്ലത് വരെ സംസാരിച്ചാൽ ആവശ്യം എന്താണ്? ഞങ്ങളെ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം. അതന്നെ ഞങ്ങൾ ആവശ്യം. മാത്രമല്ല ഈ മുഹമ്മദ് ഷാ എന്ന കുടുംബത്തിന്